നമുക്ക് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലേ കുറച്ച് സമയം നമ്മളെപ്പോഴും കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം, നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ അവരുമായിട്ട് നമ്മൾ ചിലവഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷം നൽകുന്നത് അതായിരിക്കും കേട്ടോ. ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ ദിവസവും നമുക്ക് പറ്റില്ല. എന്നാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരെ കൊണ്ട് പുറത്തോട്ട് പോവുകയോ അല്ലെങ്കിൽ പാർക്കിലോ ബീച്ചിലോ ഒക്കെ കൊണ്ടുപോകാനൊക്കെ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഒരുപാട് ചിലവ് വരുന്നതല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് തന്നെ. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിലാണെങ്കില് ഞങ്ങൾക്ക് കോവളം ബീച്ച് ഞങ്ങൾക്ക് അടുത്താണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് സമുദ്ര പാർക്കിലാണേ. ഉദയ് സമുദ്ര UDSൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണിത്. വേറെ പ്രത്യേകിച്ച് എൻട്രി ഫീസോ അങ്ങനെ ഒന്നുമില്ല. നമുക്കിവിടെ വന്ന് കുറച്ച് നേരം കടലൊക്കെ കണ്ടിരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാം. അതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കാണെങ്കിലും വന്നിരിക്കാം കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനെ സീറ്റ് ബെഞ്ചൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് കുറേ നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങളിന്ന് ഇവിടെയാണേ വന്നത്. മോന് ഇപ്പോൾ കയ്യിലിരിക്കുന്നതോ നമ്മൾ എടുത്തോണ്ട് നടക്കുന്നതൊന്നും അവന് ഇഷ്ടമില്ല. അവനിപ്പോൾ ഇറങ്ങി നടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഓടി നടക്കും. വീഴും, കുഞ്ഞുങ്ങളല്ലേ ഓടുമ്പോൾ വീഴും. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. വീണ് എണീറ്റ് വളരട്ടെ. എപ്പോഴും ചേട്ടൻ പറയും, ചേട്ടൻ സൈക്കിൾ പഠിച്ചപ്പോഴത്തേക്കും ഒരുപാട് പ്രാവശ്യം വീണ് മുട്ട് മുറിഞ്ഞ് എന്നിട്ട് പിന്നെയും ആവേശത്തിൽ വീണ്ടും വീണ്ടും ചവിട്ടി ചവിട്ടിയാണ് നന്നായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതെന്നേ. അതുപോലെയാണ് മക്കളല്ലേ, അവർ വീഴട്ടെ, വീണ് വീണ് എണീറ്റ് നടക്കാൻ പഠിക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ ഓടിക്കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കടലിലിറങ്ങണം. ഈ പാർക്കിൻ്റെ സൈഡിൽ കൂടി തന്നെ നമുക്ക് കടലിലോട്ട് പോകാൻ പറ്റുമേ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം തിരക്കില്ല. നമ്മുടെ കോവളം സാധാരണ ബീച്ചിൽ പോകുന്നത് പോലെ അത്രയ്ക്ക് തിരക്ക് ഇവിടെ കാണില്ല. ഇപ്പോൾ തന്നെ കുറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും പിന്നെ അപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്ന കുറേ പിള്ളേരും ഒക്കെ ഉള്ളൂ ഇവിടെ. വേറെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടേ. ഇവിടെ നമുക്ക് അസ്തമയം ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതിന് ശേഷം മേഘത്തിൻ്റെ ഇടയിൽ മറഞ്ഞു പോകും സൂര്യൻ. കടലിലോട്ട് താഴുന്നത് നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ അച്ഛനും മക്കളും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേ. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ദൂരെ നിന്നിട്ട് കടൽ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. വെള്ളത്തിലിറങ്ങുന്നത് ഇഷ്ടമില്ലെന്നല്ല, വെള്ളത്തിലിറങ്ങാതെ കടലിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ, ആ തിര വന്നടിച്ച് വരുന്നതൊക്കെ കാണാൻ എത്ര സമയം ഇങ്ങനെ കണ്ടാലും മതി വരാത്ത ഒരാളാണ് ഞാൻ. നമ്മൾ ഇവിടെ കടലിനടുത്തല്ലേ കുഞ്ഞിലേ മുതൽ വന്ന് നമുക്ക് നമ്മുടെ ഏറ്റവും ദൂരെയുള്ള യാത്ര എന്ന് പറയുന്നത് കോവളം ബീച്ചിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. ഒരു വിശേഷ ദിവസം വന്ന്, അതായത് ഓണം, ക്രിസ്മസ് ഒക്കെ വന്നാൽ എല്ലാവരും ഓരോ സ്ഥലത്ത് ബന്ധുക്കളുടെ വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമല്ലോ. നമുക്ക് പോകാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം കോവളം ബീച്ചാണേ. നമ്മൾ കുറച്ച് കസിൻസും കൂട്ടുകാരൊക്കെ ഉണ്ട്, ഒരുമിച്ച് കളിച്ച് വളർന്നവരൊക്കെ എല്ലാവരും കൂടിയായിട്ട് ഒരു ഞായറാഴ്ച അങ്ങോട്ട് നടക്കും. വീട്ടിൽ നിന്ന് അങ്ങോട്ട് നടന്ന് കോവളം ബീച്ചിലെത്തും, കോവളം കടലിലെത്തും. നമുക്ക് നടന്ന് ഒരു 10-15 മിനിറ്റ് നടന്നാൽ കടലിലെത്താം കേട്ടോ. അവിടെ വന്ന് കടല് കണ്ട് കടലിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചിട്ട് പോകുന്ന ഒരു സന്തോഷം, അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ കുഞ്ഞുങ്ങള് വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരാഗ്രഹം വെള്ളത്തിൽ കാല് നനയ്ക്കണമെന്ന്. മണ്ണൊക്കെ ആയി നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മടിച്ച് നിൽക്കുന്നതേ. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാനും പറ്റൂല. എന്നെ ഇവിടെ നിന്ന് വഴക്ക് പറയാണ്. ഞാൻ ഫ്രണ്ടിലോട്ട് നീങ്ങി നീങ്ങി പോകുമ്പോഴത്തേക്കും നല്ല തിരയുണ്ട്, അത്യാവശ്യം നല്ല തിരയുണ്ട്. ഫ്രണ്ടിലോട്ട് പോവല്ലേ എന്ന് പറയുന്നത് വഴക്ക് പറയാണ്. പക്ഷേ എനിക്കെന്തോ ഇന്ന് വെള്ളത്തിലിറങ്ങിയപ്പോൾ പിന്നെ തിരിച്ച് കയറാനേ തോന്നുന്നില്ല. മക്കളും രണ്ടാളും നല്ല ഹാപ്പിയാണ്. അവർക്ക് മോനങ്ങനെ കടലിൽ ഞങ്ങളിതുവരെ ഇറക്കിയിട്ടില്ല കേട്ടോ. വന്ന് കാണും, കണ്ടിട്ട് പോകും എന്നല്ലാതെ അവനങ്ങനെ ഒരുപാടൊന്നും കടലിൽ ഇറക്കിയിട്ടില്ല. അവന് പേടിയായിരുന്നു. മോളങ്ങനെയല്ല. കുഞ്ഞിലേ ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേനും 6-7 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വന്ന് വെള്ളത്തിലിങ്ങനെ പതിയെ കാല് നനയ്ക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. മോനങ്ങനെയല്ല, ഭയങ്കര പേടിയായിരുന്നു അവന്. വെള്ളത്തിലിങ്ങനെ കാല് മുക്കാൻ കൊണ്ട് കുനിഞ്ഞിങ്ങനെ പോകുമ്പോഴേ അവൻ കിടന്ന് കരയും. അങ്ങനെ എല്ലാം കളിച്ച് തളർന്ന ആള് റെസ്റ്റ് എടുക്കുകയാണ്. അത്രയ്ക്കിന്ന് ഓടിക്കളിച്ചിട്ടുണ്ട്. ഇവിടെയും ഓടിക്കളിച്ചു, കടലിലും മണ്ണിലും ഓടിക്കളിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആളൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി വയ്യ, അപ്പുറത്തുനിന്ന് അടുത്ത് ഇപ്പുറത്ത് ഓടി വന്നിപ്പോൾ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.